വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ സിറ്റോയുടെ ചെയർമാൻ ശ്രീ ചോല ജയകുമാർ, APCCയുടെ ജനറൽ സെക്രട്ടറിമാർ, വിവിധ സംഘടനാ നേതാക്കൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം, സംസ്ഥാന ജീവനക്കാരോടും അധ്യാപകരോടും ഇത്ര ക്രൂരമായ അവഗണന ഏതെങ്കിലും ഒരു സർക്കാർ കാണിച്ച് ചരിത്രത്തിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. നിരന്തരമായ അവഗണനയും അവകാശങ്ങളുടെ നിഷേധവുമാണ് സർക്കാർ ജീവനക്കാരോടും അധ്യാപകരോടും ഈ സർക്കാർ ചെയ്യുന്നത്. ഇവിടെ വിശദമായി സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, ഇപ്പോൾ പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശകൾ നടപ്പാക്കുന്ന സമയമാണ്. ആ ശമ്പള പരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ചിട്ട് പോലുമില്ല. ഇനി ശമ്പള പരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ച് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അത് ശുപാർശ ചെയ്താലും ഈ ഗവൺമെന്റ് നടപ്പാക്കേണ്ടി വരും. ഞാൻ ധനകാര്യമന്ത്രിയോട് സംസാരിച്ചപ്പോൾ എന്തിനാണൊരു ശമ്പള പരിഷ്കരണ കമ്മീഷൻ എന്ന നിലയിലേക്ക് സർക്കാർ പോവുകയാണ്. കേരളത്തിലെ ഒരു സർക്കാരും കഴിഞ്ഞ കാലങ്ങളിലൊന്നും ആലോചിക്കാത്ത തരത്തിൽ ശമ്പള പരിഷ്കരണത്തിന്റെ ആവശ്യം പോലും ഇല്ല എന്നുള്ള നിലപാടിലേക്ക് ഗവൺമെന്റ് പോകും. 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ കുടിശ്ശിക ഇതുവരെ ചെയ്തു തന്നിട്ടില്ല. 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷനിൽ തന്നെ ഒരുപാട് അവകാശങ്ങൾ എടുത്തു കളയപ്പെട്ടു. ആ പരിഷ്കരണ കുടിശ്ശിക പോലും ഇതുവരെ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അടുത്ത ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരുന്നില്ല. അതിനിടയിൽ നിരവധി അവകാശങ്ങൾ എടുത്തു കളയപ്പെട്ടു. 19% DA ആണ് പോയത്. പുതിയ DA നിശ്ചയിച്ചപ്പോൾ അതിൽ മാത്രം മുൻകാല പ്രാബല്യമില്ല, നേരത്തെ കൊടുക്കാത്തതിനെ പറ്റിയൊരു സൂചന പോലുമില്ല. ഞാൻ പറഞ്ഞപ്പോൾ ഏകദേശം ഒരു തീരുമാനമായി ആ കാര്യത്തിൽ. മുൻകാല DA കുറിച്ചുള്ള ധാരണയായി. അതായത് ഇനി അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് അതിന്റെ അർത്ഥം. ലീവ് സറണ്ടർ സംബന്ധിച്ച് 2027-28 കൊടുക്കാം. അപ്പൊ അവർക്ക് ഉറപ്പുണ്ട് 27-28 സർക്കാർ ഉണ്ടാവില്ല, അവർക്ക് കൊടുക്കേണ്ടി വരില്ല എന്നുള്ള കാര്യത്തിന് ഉറപ്പുണ്ട്. വലിയ കൊട്ടിഘോഷിച്ച് കൊണ്ടുവരപ്പെട്ട മെഡിസം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കോൺട്രിബ്യൂഷൻ, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വാങ്ങിച്ച് എത്ര വികലമായിട്ടാണ് ഒരു മെഡിസപ്പ്, ഒരു ഇൻഷുറൻസ് സംവിധാനം നടപ്പാക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി രാജ്യത്ത് ചൂണ്ടിക്കാണിക്കാൻ പറ്റാവുന്ന സംഭവമായി ഇൻഷുറൻസ് സംവിധാനം മെഡിസപ്പ് മാറി. അങ്ങനെ പല തരത്തിലും ഏതെല്ലാം തരത്തിലാണ് ജീവനക്കാരോട് യാതൊരുവിധ മര്യാദയില്ലാതെ നിരന്തരമായ ട്രാൻസ്ഫറുകൾ, പല ഡിപ്പാർട്ട്മെന്റുകളും നിരന്തരമായ ട്രാൻസ്ഫറുകളാണ്. അത് ഓൺലൈൻ സംവിധാനം കൊണ്ടുവരും, മറ്റ് സംവിധാനം കൊണ്ടുവരും എന്നെല്ലാം പറഞ്ഞിട്ടും ഇവരെല്ലാവരെയും ശത്രുതാ മനോഭാവത്തോടു കൂടി നീക്കുക എല്ലാവരും. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഇവർക്ക് വല്ല മാനസികമായ സുഖം കിട്ടുന്നത്. ഒരാൾ ഇവർക്ക് കാസർഗോഡേക്കോ ഇടുക്കിയിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ രാത്രി ചിലപ്പോൾ ഉറങ്ങണമെങ്കിൽ ഉപദ്രവിച്ചാൽ മാത്രമേ ഉറങ്ങാൻ കഴിയൂ എന്നുള്ള സാഡിസ്റ്റുകളുടെ ചിന്താഗതിയാണ് ഈ പല യൂണിയനുകളുടെ നേതാക്കന്മാർ. അധ്യാപകരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി കമ എന്ന് ലക്ഷണം പറയാത്ത ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സർവീസ് സംഘടനകൾ ചെയ്യുന്ന ഏറ്റവും മുഖ്യമായ ജോലി എന്ന് പറയുന്നത് മറ്റ് സർവീസ് സംഘടനകളിലുള്ളവരെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പല മന്ത്രിമാരുടെ ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ്. ഈ സംഘടനാ നേതാക്കൾ പലരും സ്തുതിഗീതങ്ങൾ പാടി ഇവരെ പൊരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൽ നിന്ന് എന്തെല്ലാം ഒപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതെല്ലാം ഒപ്പിച്ചെടുക്കുന്ന തരത്തിൽ ഭരണത്തെ പിന്തുണയ്ക്കുന്ന സർവീസ് സംഘടനകളുടെ നേതാക്കൾ തരം താഴ്ന്നിരിക്കുകയാണ്. അവരവിടെ ഇരുന്നുകൊണ്ടാണ് അവർക്ക് ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ എഴുതി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും ട്രാൻസ്ഫർ ചെയ്ത് സന്തോഷിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഒരു സംവിധാനമുണ്ടല്ലോ, ഗവേണൻസ് എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? സദ്ഭരണം കൊണ്ട്, ഗുഡ് ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൽ ആദ്യം വേണ്ടത് ജീവനക്കാരുടെ വിശ്വാസത്തെ പറ്റിയാണ്. ഇതൊരു വലിയ സംവിധാനമാണ് സർക്കാർ സംവിധാനം എന്ന് പറയുന്നത്. ആ സർക്കാർ സംവിധാനം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫും വിചാരിച്ചാൽ മാത്രമേ ചലിക്കില്ല. ആ സർക്കാർ സംവിധാനം ചലിക്കണമെങ്കിൽ
ഒരു ടീമായി നിന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ സർക്കാർ സംവിധാനങ്ങളെ ചലിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി സർക്കാർ സംവിധാനങ്ങളെ കുറിച്ച് ജനങ്ങൾ ആക്ഷേപം ഉന്നയിക്കുക. എന്തുകൊണ്ടാണ്? ഗുഡ് ഗവേണൻസ് കൊണ്ട് ഗവേണൻസ് കൊണ്ട്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വാക്ക് ഉപയോഗിച്ചു, പുതിയൊരു വാക്കാണ്. കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് ദുരിതങ്ങളാണ്. ആ ദുരിതങ്ങൾ ജനങ്ങൾ അനുഭവിക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് എന്താ? അവർ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കും. അങ്ങനെ വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ജനങ്ങൾക്ക് അവരുടെ മുന്നിൽ അങ്ങനെ ഒരു സാന്നിധ്യം ഉണ്ടോ? സർക്കാരില്ലായ്മയാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സർക്കാരില്ല, ഗവൺമെന്റ് പ്രവർത്തിക്കുന്നില്ല, ഗവൺമെന്റ് ബഷീർ ഫംഗ്ഷൻ ചെയ്യുന്നില്ല. മന്ത്രിമാര് വന്ന് ബുധനാഴ്ച മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് പിന്നെ ഉദ്ഘാടനത്തിന് പോവാണ്. അല്ലാതെ ഒരു പരിപാടിയും നടക്കുന്നില്ല. എല്ലാ വകുപ്പുകളും മരവിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്രമാത്രം ഇൻഎഫിഷ്യൻസി ടു ദ കോർ. അതാണ് കെടുകാര്യസ്ഥത. അതിന്റെ ഏറ്റവും വെല്ലുവിളികൾ കണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. ഓരോ വകുപ്പും പരിശോധിച്ചു. എത്രയോ വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ എത്രയോ വലിയ സംവിധാനങ്ങളാണ് തകർത്ത് കളഞ്ഞത്. പൊതുവിതരണ സമ്പ്രദായം താറുമാറായി. മാർക്കറ്റിൽ രൂക്ഷമായ വിലക്കയറ്റമാണ്. എന്തിന്? വെറുതെ DA കൊടുക്കുന്നത് ഔദാര്യമാണ്. DA കൊടുക്കുന്നത് ജീവിത ചെലവ് വർദ്ധിക്കുമ്പോൾ അതിന് പ്രപ്പോഷണൽ ആയിട്ടുള്ള ആനുകൂല്യമാണ് DA എന്ന് പറയുന്നത്, ഇല്ലേ? ഇവിടെ രൂക്ഷമായ വിലവർദ്ധനവാണ്, വിലക്കയറ്റം. വൈദ്യുതി ചാർജ് കൂട്ടി. ഇപ്പോ അഡ്വാൻസ് കൂടി കൂട്ടിയേക്കുക. ഇപ്പൊ കൂട്ടിയത് കൂട്ടാതെ അടുത്ത മാർച്ചിലേക്ക് കൂടെ കൂട്ടിയേക്കാം. വെള്ളക്കരം കൂട്ടി. എല്ലാ സാധനത്തിനും വില. കേന്ദ്ര ഗവൺമെന്റ് ഗ്യാസിനും വില കൂട്ടി. എല്ലാ സാധനങ്ങൾക്കും വില കൂടി. ജീവിത ചെലവ് വല്ലാത്ത തോതിൽ വർദ്ധിച്ചു. ആനുപാതികമായ ഒന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവകാശപ്പെട്ടതുപോലും കിട്ടാത്ത തരത്തിലേക്ക് പോകുന്നു. സപ്ലൈകോയിൽ സബ്സിഡിയല്ല, ഒരൈറ്റമില്ല. മാസങ്ങളായി നമ്മുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി ഒരു യൂണിറ്റിന് 20 പൈസ കുറച്ചു കൊടുത്താണ് ഉമ്മൻചാണ്ടി സർക്കാർ. അതുവരെയുള്ള കടങ്ങൾ കുറച്ച് ഏകദേശം 1000 കോടി രൂപയിലാക്കി ഒതുക്കി. കടം 8 വർഷം കൊണ്ട് വൈദ്യുതി ബോർഡിന്റെ കടം 1000 കോടി രൂപയുണ്ടായിരുന്നത് 45,000 കോടി രൂപയായി വർദ്ധിച്ചു. അതുകൊണ്ടാണ് വൈദ്യുതി ചാർജ് കൂട്ടിയത്. നമ്മുടെ സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ 25 വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാൻ, പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ ഒരു കരാറുണ്ടാക്കി. 4 രൂപ 15 പൈസ മുതൽ 4 രൂപ 29 പൈസ വരെയായിരുന്നു ഒരു യൂണിറ്റിന്റെ വില. 7 കൊല്ലം അതുവരെ നടപ്പാക്കി. അതെ, 2023 ആയപ്പോൾ അദാനിയുടെ ഉൾപ്പെടെയുള്ള കമ്പനികൾ വന്നു വൈദ്യുതി മേടിക്കും. അപ്പൊ വൈദ്യുതി റെഗുലേറ്ററി അതോറിറ്റിയെ കൊണ്ട് 7 കൊല്ലം ഫംഗ്ഷൻ ചെയ്ത ഒരു കരാർ 25 കൊല്ലത്തേക്കുള്ള കരാർ റദ്ദാക്കി. ഞാനതിനൊന്ന് വിമർശിച്ചിരുന്നു. ഒറ്റ വാചകം പറഞ്ഞു, 4 രൂപ 29 പൈസക്ക് പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കാനുണ്ടായ കരാർ അഴിമതിയാണെങ്കിൽ അന്വേഷിച്ചു, കുഴപ്പമില്ല. പക്ഷെ ഇനി വൈദ്യുതി മേടിക്കുമ്പോൾ 1 പൈസയെങ്കിലും കുറച്ച് മേടിക്കും വേണ്ടേ? 4 രൂപ 28 പൈസക്കെങ്കിലും മേടിക്കും, 1 പൈസയെങ്കിലും കുറച്ച് മേടിക്കും. 4 രൂപ 29 പൈസക്ക് വൈദ്യുതി മേടിച്ച കരാർ റദ്ദാക്കിയവർ എത്ര രൂപയ്ക്കാണ് വൈദ്യുതി മേടിച്ചവര്? 8 രൂപ മുതൽ 14 രൂപ 30 പൈസ വരെ 3 ഇരട്ടിയിലധികം തുകയ്ക്ക് വാങ്ങിച്ചു. ഒരു ദിവസം 15-20 കോടി രൂപയുടെ നഷ്ടം വൈദ്യുതി ബോർഡിനുണ്ടായി. അപ്പൊ ഒരു വർഷം 1.5 വർഷമായപ്പോ എത്ര കോടി രൂപയായി നഷ്ടം? അതിന്റെ തിക്തഫലം ആരാണ് അനുഭവിക്കേണ്ടത്? ഇവർക്ക് ഏതോ കമ്പനിക്ക് വൈദ്യുതി വിൽക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. 4 രൂപ 29 പൈസ കുറച്ചിട്ട് 14 രൂപ 30 പൈസ വരെ വൈദ്യുതി വാങ്ങിച്ചു. അതിന്റെ പാപഭാരം മുഴുവൻ സാധാരണക്കാരായ ജനങ്ങളുടെ തലയിലാണ്. 2 പ്രാവശ്യം കൂട്ടി, 3ാമത്തെ പ്രാവശ്യം കൂടി കൂട്ടിയിരിക്കുകയാണ്. മാർച്ചിലേക്ക് കൂട്ടിയിരിക്കുകയാണ്. നിങ്ങൾ പരിശോധിച്ചോ? കണക്കെഴുതുന്നവർ, വീട്ടിലെ ചെലവിന്റെ കണക്കെഴുതുന്നവർ നോക്കിക്കോ. കഴിഞ്ഞ 1 വർഷം കൊണ്ട് മാത്രം ഒരു ഇടത്തരം കുടുംബത്തിന്റെ ചെലവ് 15,000 രൂപ വരെ വർദ്ധിച്ചു. 15,000 രൂപയിൽ കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. ചില കുടുംബങ്ങൾ 20,000 രൂപ വരെ ചെലവ്. മരുന്നിന്റെ വില കൂടി ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളിലാണ്. പെൻഷൻകാരെയും ഇത് തന്നെ ബാധിച്ചിരിക്കുന്നു. അപ്പൊ സർക്കാർ ഇല്ലായ്മ എല്ലാ വകുപ്പുകളിലും അനുഭവിക്കുന്നു. ഇപ്പൊ പൊതുവിദ്യാഭ്യാസ രംഗം ആറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ വർഷം ഉണ്ടാക്കിയ സിസ്റ്റം ഇപ്പൊ പരീക്ഷയുടെ പേപ്പർ വരെ അദ്ദേഹത്തെ കിട്ടുകയാണ്. നേരത്തെ
പ്രാദേശിക ചാനലിൽ അനൗൺസ് ചെയ്യണം പരീക്ഷ പേര്, ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ തന്നെ അനൗൺസ് ചെയ്യും. എന്നാ പിന്നെ SSLC പരീക്ഷ പ്ലസ് 2 പരീക്ഷ കൂടെ അങ്ങനെ നടത്തിയ എളുപ്പമായിരുന്നു. ട്യൂഷൻ സെന്ററുകളാണ്, ട്യൂഷൻ സെന്ററുകൾക്ക് വിൽക്കാണ്. ഒരു സംവിധാനം ഇല്ലേ വിദ്യാഭ്യാസ വകുപ്പിൽ? അതിന്റെ അവിടെ അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്നില്ല. ഭിന്നശേഷി വിഷയം പറഞ്ഞ്, കോടതി വിഷയം പറഞ്ഞ് ആ വിഷയമൊക്കെ സെറ്റിലായതാണ്. എന്നിട്ടും അപ്പോയിന്റ്മെന്റ്സ് നടക്കുന്നില്ല. ഇപ്പൊ വിചിത്രമായ ഉത്തരവ് കൂടി ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ 4 വർഷത്തേക്ക് എയ്ഡഡ് സ്കൂളുകളിൽ അപ്പോയിന്റ് ചെയ്ത ആളുകളെ മുഴുവൻ റെഗുലർ അപ്പോയിന്റ്മെന്റ്സ് മുഴുവൻ ഡെയിലി വേജസ് ആയിട്ട് നടക്കുന്നു. ഇതാലോചിച്ച് നോക്കിയ സർക്കാർ സർവീസിലോ ജോലി കിട്ടിയ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ ജോലി കിട്ടിയ സ്ഥിരം ജോലിയല്ലേ 4 കൊല്ലം കഴിയുമ്പോൾ പറയാണ് അത് സ്ഥിരമായിട്ട് കണക്കാക്കില്ല, അത് ഡെയിലി വേജസ് ആയിട്ട് കണക്കാക്കും. ഏത് വിചിത്രമായ ഉത്തരവും ഇറക്കാൻ പറ്റുന്ന സർക്കാരായി മാറിയിരിക്കുകയാണ്. ആരെയും ദ്രോഹിക്കുന്ന സർക്കാരായി മാറിയിരിക്കുകയാണ്. മന്ത്രിമാർ കൈമലത്തി കാണിക്കുകയാണ്. ഒരു സ്ഥലത്തും പൈസയില്ല. ഖജനാവ് അക്ഷരാർത്ഥത്തിൽ കൂട്ടിയിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള പൈസയില്ല. ഈ പെൻഷൻ മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നതിന്റെ ഭീമമായ ബാധ്യതകളാണ്. ഇപ്പൊ തന്നെ 12,000 കോടി രൂപയുടെ ബാധ്യതയായി പെൻഷൻ കമ്പനിക്ക്. 1400 ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ സർവീസിൽ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുന്നവർ. എന്തൊരു ഗുരുതരമായ കുറ്റകൃത്യമാണ്. സർക്കാർ സർവീസിൽ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, പാവപ്പെട്ടവരെ കിട്ടുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിച്ചു 1400 പേര്. പേര് പുറത്തു പറയുന്നത്, പേര് പുറത്തു പറയും. അതെന്താ കാര്യം പേര് പുറത്തു പറയാത്തത്? ആ കാര്യം മനസ്സിലായില്ല. നിങ്ങളാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ പേര് പുറത്തു തന്നെ ജയിലായിരുന്നു തന്നെ, ജയിലായിരുന്നു. പേര് പുറത്തു പറയില്ല. ഞാൻ പറയുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. സർക്കാർ സർവീസിൽ ശമ്പളം പറ്റുന്നു, സർക്കാരിനെ കബളിപ്പിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിച്ച 1400 പേരുടെ പേര് പുറത്തു വിടണം. അസ്പദിത പോലെ പുറത്ത് പിരിച്ചുവിടണമെന്നാണ് എന്റെ അഭിപ്രായം. പിരിച്ചുവിടും. ഒരു മിനിറ്റ് സർക്കാർ സർവീസിൽ തുടരാൻ അവർക്ക് അർഹതയില്ല. പേര് പുറത്തു കൊണ്ടുവരാൻ, പേര് കൊണ്ടുവരാൻ എന്തെല്ലാം വഴികളുണ്ട്. പേര് പുറത്തു കൊണ്ടുവരാൻ ഇപ്പൊ കാശ് വാങ്ങിച്ച് തിരിച്ചടപ്പിച്ചിട്ട് അവരെ സേഫ് ആക്കാനുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗുരുതരമായ പ്രശ്നങ്ങളെയാണ് സർക്കാർ സർവീസിലും അല്ലെ ജീവനക്കാരും അധ്യാപകരും നേരിടുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് പ്രവർത്തിക്കാനാകുമ്പോൾ, ആനുകൂല്യങ്ങൾ നൽകാനാകുമ്പോൾ സാധാരണക്കാരായ ഈ സെക്രട്ടേറിയറ്റ് സർവീസ് തന്നെ അതിന്റെ തന്നെ ഒരു പ്രാമുഖ്യം ഇല്ലാതാക്കി, വല്ലാതെ ഇല്ലാതാക്കി സെക്രട്ടേറിയറ്റ് സർവീസിന്റെ. അവരതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് അവരുടെ സമരം നടന്നത്. വ്യാപകമായി ഒരു അരക്ഷിതത്വം സർക്കാർ സർവീസ് ജീവനക്കാരുടെ ഇടയിലും അതുപോലെ അധ്യാപകരുടെ ഇടയിലും ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സെറ്റോ യോഗം ചേർന്ന് ഒരു പണിമുടക്ക്. നമ്മൾ വളരെ അപൂർവം മാത്രം നമ്മൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവരായിരുന്നെങ്കിൽ എത്ര ഹർത്താൽ നടന്നേനെ, എത്ര സമരങ്ങൾ നടന്നേ. അപ്പോൾ ഒരു നിവർത്തിയും ഇല്ലാത്തൊരു ഘട്ടം വന്നപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു പണിമുടക്ക് പ്രഖ്യാപിക്കാനുള്ള തീരുമാനം സെറ്റോ എടുത്തു. ആ തീരുമാനത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. പ്രധാനമന്ത്രിയുടെ മറ്റ് ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ സെറ്റോ നടത്തുന്നത്, അതിന്റെ പൂർണ്ണമായ പിന്തുണ UDFന്റെ കൂടി പൂർണ്ണമായ പിന്തുണ ആ സമരത്തിലുണ്ടാകും. ഇവിടെ ശ്രീ അരവിന്ദരുടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ സംഘടനകളിൽ പലരുമുണ്ട്, പലരും തുടങ്ങുന്ന ദ്രാവിഡ സംഘടനകളൊക്കെ ഭയന്നിട്ടും പല കാരണങ്ങളുമുണ്ട്. പക്ഷേ ജീവനക്കാരുടെ മുഴുവൻ പ്രതിഷേധം, അധ്യാപകരുടെയും പ്രതിഷേധം ഈ സർക്കാരിനെതിരായിട്ടുണ്ട്. ഇനിയും ഈ സർക്കാർ തുടരരുത് എന്നീ സംസ്ഥാനത്ത് ആദ്യം ആഗ്രഹിക്കുന്നവർ ജീവനക്കാരും അധ്യാപകരുമാണ്. നിങ്ങൾ സമരം ചെയ്യുമ്പോൾ സെറ്റോ മാത്രമല്ല സമരം ചെയ്യുന്നത്, മുഴുവൻ സംഘടനകളിലും പെട്ട മുഴുവൻ ജീവനക്കാർക്കും അധ്യാപകർക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾ സമരം ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓരോ യൂണിറ്റിലും പോയി നിങ്ങൾ പറയാം, ഓരോ തൊഴിലെടുപ്പും പറയാം. നിങ്ങൾ ചിലപ്പോൾ സമരത്തിൽ ഇറങ്ങിലായിരിക്കും വേറെ സംഘടനകളുടെ അംഗങ്ങളായി നിന്നുകൊണ്ട്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഞങ്ങൾ സമരം ചെയ്യുകയാണ് എന്ന് മറ്റുള്ള ജീവനക്കാരോടും അധ്യാപകരോടും, ഇത് തലയ്ക്ക് കയറിയിട്ടില്ലാത്ത ആളുകൾക്കെല്ലാം ബോധ്യപ്പെടും. അവർക്ക് വേണ്ടി കൂടിയാണ് സമരം. ഇത് ഈ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയ ഈ പിണറായി വിജയൻ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് തൂത്തെറിയാൻ വേണ്ടിയിട്ടുള്ള
വലിയൊരു മുന്നേറ്റത്തിന്റെ തുടക്കം കൂടിയാക്കി ഈ സമരത്തെ മാറ്റണം എന്ന് നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമര പ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. Welcome to Shahi Effect.